കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്കുണ്ട്. ഈ പന്നി, ഈ മാന്, വേറെ ചെറിയ ചെറിയ ഈ ശല്യങ്ങൾ, മയിലിൻ്റെ ശല്യം, ഇങ്ങനെയൊക്കെ നെൽകൃഷിയിലും വേറെ ചെയ്യുന്ന കൃഷിയിലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചിലവിൽ നമ്മൾ സോളാർ വേലി ഒരു കെട്ടുന്ന ഒരു രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മെഷീനറിയൊക്കെ വയ്ക്കുന്ന ഒരു സാധനമാണല്ലോ. അത് വന്നിട്ട് ഒരു 5000-6000 റുപ്യക്കാണ് മറ്റേ വർഷാപ്പുകാർ ഉണ്ടാക്കി തരിക. അപ്പോൾ ഞാൻ ഇത് ഒരു പഴയ ഫ്രിഡ്ജ് അതിന് യൂസ് ചെയ്യണം. അപ്പോൾ ഈ പഴയ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ബാറ്ററിയും അതിൻ്റെ സോളാർ ജെടുക്കാൻ മെഷീനും മറ്റുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് അടച്ചാൽ അതിൻ്റെ സോളാർ പാനൽ വന്നിട്ട് നേരെ മുകളിൽ വന്നിട്ട് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അത് ഏത് കൃഷി സ്ഥലത്താണ് ഈ സാധനം ഒന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു 1000 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ പഴയ ഫ്രിഡ്ജ് വീട്ടിലുണ്ടെങ്കിലും മതി. ഓക്കെ, എന്നിട്ട് മുളയുടെ കുറ്റികൾ അടിക്കുക ചുറ്റും. നിങ്ങളുടെ ബൗണ്ടറിയിൽ മൊത്തം മുളയുടെ കുറ്റി ഒരു 20 അടി 30 അടി വെച്ചിട്ട് ഓരോ കുറ്റി അടിച്ചിട്ട് അതിൽ ഇൻസുലേറ്റർ കൊടുത്ത് അതിനുള്ളിൽ കൂടെ വയർ ടോക്കിയോ ടെക്നോളജി വയറെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലച്ച് കേബിൾ ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാനും അതിനെ ഹാൻഡിലിങ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് സംഭവം. അപ്പോൾ അത് ചുറ്റി കൊടുത്ത് ഒരു ലൈൻ കൊടുത്തിട്ട് ചേർത്ത് കൊടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് നന്നായിരിക്കും. പിന്നെ ഒരു സംഭവം വന്നിട്ട് നമുക്ക് കൃഷി സ്ഥലത്ത് വന്ന് ശല്യം ഉണ്ടാവില്ല. ഇതാ ഞാനിപ്പോൾ ഇതാ മീൻ കുളമാണ്. ഈ മീനും ഫിഷിന് തീറ്റ കൊടുത്ത് ഇപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ നമ്മുടെ ഒരു 3 ഏക്കറോളം ലാൻഡ് ഇവിടെ ഇതിൻ്റെ ചുറ്റുഭാഗവും ഞാൻ ഇത് സോളാർ വേലി ഇട്ടിട്ടുണ്ട്. ഒറ്റ ലൈൻ ഇട്ടിട്ടുള്ളൂ, ഒരു ലൈൻ മതി. വന്ന് അതിൽ ടച്ച് ചെയ്ത് അവർ പേടിച്ചിട്ട് ഒരു നായ് പോലും ഉള്ളിലോട്ട് കിടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. ഓൺ ഓഫ് ആവും, ഡേയിൽ വന്നിട്ട് ഓഫ് ആവും, നൈറ്റ് ആയി പറഞ്ഞാൽ അത് ഓണാകുന്ന രീതിയാണ്. കൃഷി സ്ഥലത്ത് ഞാൻ വരമ്പുകളിൽ മൊത്തമായിട്ട് കവുങ്ങും തെങ്ങും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. 300-400 കവുങ്ങുകളോളം ഉണ്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. 50 തെങ്ങുകൾ കായ്ക്കുന്ന തെങ്ങ് തന്നെ 50 ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ കുറച്ച് ചെറിയ തൈകളും ഉണ്ട്, 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന രീതി. ഇത് കണ്ടല്ലേ, ഇത് കോർണർ ഇൻസുലേറ്ററാണ്. ഈ സംഭവം ഈ സാധനം വലിച്ച് കോർണറിൽ വരുന്ന സമയത്ത് വലിച്ച് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കെട്ടാനുള്ള ഒരു സംവിധാനമാണ്. പിന്നെ ഒരൊറ്റത്തല്ല അതിനെ കെട്ടിയിട്ടുള്ളൂ. ഇതെങ്ങനെ കുറ്റി അടിച്ചിട്ട് അതിൽ ഇൻസുലേറ്റർ കെട്ടുക. എത്ര ഹൈറ്റ് വേണം, ഒരടി ഹൈറ്റ് അങ്ങനെ. പക്ഷേ ഇതിൽ പ്രത്യേകം ഒന്ന് നമ്മൾ നോക്കാനുള്ളത് പുല്ലുകളോ വേറെ ഒന്നും മുട്ടാൻ പാടില്ല, എർത്ത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് വന്ന ലൈൻ ക്ലിയറൻസ് നമ്മൾ ദിവസം 2 ദിവസത്തിലൊരിക്കൽ ഒന്ന് വന്ന് നോക്കി അങ്ങനെ വിട്ട് മുട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പൊട്ടിച്ച് കളഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇത് ഞാനിപ്പോൾ പുല്ല് എൻ്റെ മെഷീനൊക്കെ ഉണ്ട്. ആ മെഷീൻ വെച്ചിട്ട് ഞാൻ തന്നെ സ്വന്തം ചെയ്യണം. അപ്പോൾ ഇടയ്ക്കൊന്ന് വെട്ടിക്കൊടുത്ത് പറഞ്ഞാൽ പിന്നെ ലൈൻ ക്ലിയറൻസ് ആയി, പിന്നെ കറണ്ട് പാസ്സായിക്കൊണ്ടിരിക്കും നൈറ്റായി പറഞ്ഞാൽ. പിന്നെ മൃഗങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല കൺസെൻറ്റിൽ. ഈ നെല്ല് വന്നിട്ട് ആകുന്ന സമയത്ത് മതിയല്ലോ. ഇപ്പോൾ വന്നിട്ട് നെല്ലായിട്ടില്ല, എല്ലാം വന്നിട്ട് നോർമലായിട്ടുള്ള ഒരു 2-3 മാസത്തിനുള്ളിലായിട്ടുള്ളൂ. അപ്പോൾ ഇനി കതിര് വരും, പിട്ടിൽ വരും, അപ്പോഴാണ് ഇവരുടെ ശല്യം ഉണ്ടാകുക. ആ സമയത്ത് കണക്ഷൻ കൊടുക്കും. ഓക്കെ, ഈ കഴിഞ്ഞ ഒരു വേനലടിച്ചു. അപ്പോൾ ഫുള്ള് വരമ്പുകളിലൊക്കെ വന്നിട്ട് പൈപ്പ് ലൈൻ കൊടുത്തതാണ്. പൈപ്പ് ലൈൻ കൊടുത്തിട്ട് നമ്മൾ എമർജൻസിക്ക് മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എമർജൻസി വന്നു പറഞ്ഞാൽ വേനലും മറ്റേ രൂക്ഷമായിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ അടിച്ചിട്ട് അത് നികത്താനുള്ളൂ. ഓക്കെ, ചുറ്റും ഞാൻ ഇതിട്ടിട്ടുണ്ട്, സോളാർ ഇട്ടിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് പരിപാടിയാണ്. അപ്പോൾ മെഷീൻ വാങ്ങിക്കുക, ചെറുക്ക മെഷീൻ വാങ്ങിക്കുന്ന പൈസ, പിന്നെ ബാറ്ററി ഒന്ന് വാങ്ങിക്കുന്ന പൈസയും, പിന്നെ ഈ ചെറിയ പാനലും മറ്റേ ഒരു ഇതും ഇൻസുലേറ്ററും കാര്യങ്ങളൊക്കെ അത് ചെറിയ വിലയുള്ളൂ. അത് വാങ്ങിക്കുക, സെറ്റ് ചെയ്യുക. നല്ലതല്ലേ? ഇതിപ്പോൾ സീസൺ കഴിയുമ്പോൾ നമുക്ക് അഴിച്ചു മാറ്റാൻ സുഖമാണ്. അപ്പോൾ ഈ ടോക്കിയോ ടെക്നോളജിൻ്റെ വയറെന്ന് പറഞ്ഞില്ലേ, ക്ലച്ച് കേബിൾ, അതിൻ്റെ മേലെ അത് കണ്ടു പറഞ്ഞാൽ നമുക്ക് വയറായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ അത് തുരുമ്പ് പിടിക്കില്ല. അപ്പോൾ അതിൽ കറണ്ട് എന്തായാലും പാസ്സാവും. അത് വയറാണ് കൊണ്ട് തൊട്ട് പറഞ്ഞാൽ കറണ്ട് പാസ്സാവുമല്ലേ. അപ്പോൾ തുരുമ്പ് പിടിക്കാത്തതുകൊണ്ട് നമുക്ക് മഴയത്ത് അതിനായിട്ട് വേറെ ടാറ്റ കേബിളൊക്കെയാണ് മറ്റുള്ളവരൊക്കെ യൂസ് ചെയ്യുന്നത്. ടാറ്റ കേബിൾ ഇട്ട് പറഞ്ഞാൽ വലിക്കാനും കളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഭയങ്കര ടൈറ്റുള്ള ഇതാണ്. ഇത് വന്ന് സിമ്പിളായിട്ട് നമുക്ക് മാനുവൽ ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇതിപ്പോൾ നെൽകൃഷിൻ്റെ സ്ഥലത്താണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 ഏക്കർ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുറ്റും ഇട്ടുണ്ട്, ഇവിടെ എല്ലാം ഇട്ടുണ്ട് കുറ്റി അടിച്ചിട്ട്. ഓക്കെ, ഇനി ഞാൻ വാഴ വെച്ച സ്ഥലത്ത്